നമസ്കാരം. തിരുവോണം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും എന്തൊക്കെയാണ്, അവരുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും നമുക്ക് നോക്കാം. തിരുവോണം നാളുകാരെ അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അപ്പൊ മഹാവിഷ്ണുവിനെ ജീവിതകാലം മുഴുവൻ ഇവർ ഉപാസിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇവർക്ക് വലിയ നേട്ടങ്ങളായിരിക്കും കൈവരിക്കാൻ പറ്റുക. ഇവർ വിഷ്ണു ഭക്തരാവാനായിട്ട് ശ്രമിക്കുക. തിരുവോണം നക്ഷത്രക്കാർ വിഷ്ണു ഭക്തരാവാൻ ശ്രമിക്കാം. വിഷ്ണു ക്ഷേത്ര ദർശനം, അതായത് നാരായണീയ ഭാഗവത വിഷ്ണു സഹസ്രനാമം, ഇതൊക്കെ പാരായണം ചെയ്യുന്നത് ഇവർക്ക് നല്ല ഇതാണ്. അതുപോലെ ഏകാദശി പോലെയുള്ള വ്രതങ്ങളൊക്കെ ഇവർ നോൽക്കുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ അത് നല്ലതാണ്. വിഷ്ണു വ്രതങ്ങളുടെ ആചരണം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അത് കിട്ടും. അത് വാങ്ങിയിട്ട് നിങ്ങൾ അതൊക്കെ വായിച്ചു നോക്കിയാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഓം വിഷ്ണവേ നമ എന്നത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജപിക്കുക. നിത്യവും ഇന്നും അല്ലെങ്കിൽ ജപിച്ചോളുക. ഓം വിഷ്ണവേ നമ എന്ന മന്ത്രം കഴിയുന്നിടത്തോളം ഉരുവിടുക എന്നുള്ളതാണ്. 108 336 1008 അല്ല, നിങ്ങൾക്ക് എത്രത്തോളം ഉരുവിടാമോ അത്രത്തോളം നിങ്ങൾ ഉരുവിടുക. ഓം വിഷ്ണവേ നമ. മാത്രമല്ല, നിങ്ങളുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്ന ചന്ദ്രനാണ്. അപ്പം ഓം ചന്ദ്രമസേ നമ എന്ന മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാം. തിരുവോണം, അത്തം, രോഹിണി, പൗർണമി, തിങ്കളാഴ്ച, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചന്ദ്രഭജനം നടത്തുന്നത് നല്ലതാണ്. ചന്ദ്രഭജനം ചെയ്യുന്നത് ഈ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ തിരുവോണം നക്ഷത്ര ദിവസം ചെയ്യുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം ചെയ്യുക. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം മലയാള മാസങ്ങളിൽ തിരുവോണ നക്ഷത്രക്കാർ ദുർഗയെയും, വൃശ്ചികം, ധനു, അതുപോലെ തന്നെ മകരം, കുംഭം, മീനം, മേടം മാസങ്ങളിൽ തിരുവോണം നാളുകാർ ഭദ്രകാളി ഉപാസിക്കുന്നത് നല്ലതാണ്. വെളുത്ത വാവില് ദുർഗയെ, കറുത്ത വാവില് ഭദ്രകാളിയെ നിങ്ങൾക്ക് ഭജിക്കാം. ഇപ്രകാരം ഭദ്രകാളി ഉപാസനയൊക്കെ എടുക്കുകയാണെങ്കിൽ കറുത്ത വാവില് ഭദ്രകാളി ഉപാസിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിത ഉയർച്ചയ്ക്ക് വളരെ ഉത്തമമായിരിക്കും. ശാസ്താവ്, ശനി ഭഗവാൻ, ഇവരെ നിങ്ങൾ ഉപാസിക്കുന്നത് നന്നായിരിക്കും. ദശകൾ മാറി വരുന്ന അനുസരിച്ച് ദശാനാഥന്മാരെയും ഗ്രഹങ്ങളെയും ഒക്കെ പ്രീതിപ്പെടുത്താം. അപ്പോൾ ചന്ദ്രദശയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങൾ ദുർഗയോ കാളിയോ നിങ്ങൾക്കാവാം. ചൊവ്വാദശയാണെങ്കിൽ മുരുകനെയോ കാളിയോ ആവാം. രാഹുർദശയാണെങ്കിൽ നാഗങ്ങള് അല്ലെങ്കിൽ ദുർഗ. നിങ്ങൾക്ക് വ്യാഴദശയാണ് ഇപ്പോൾ എന്ന് വിചാരിക്കുക, അപ്പം മഹാവിഷ്ണുവിനോ ദക്ഷിണാമൂർത്തിയോ ഒക്കെ ചെയ്യാം. ശനിദശയാണെന്നുണ്ടെങ്കിൽ ശാസ്താവിനെ, ബുധദശയാണെങ്കിൽ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ഒക്കെ, കേതുദശയാണെങ്കിൽ ഗണപതിയോ ചാമുണ്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഉപാസിക്കാം. ഒപ്പം തന്നെ കുടുംബദേവതയും പരദേവതയും അതുപോലെ തന്നെ ദശാദേവതയും ഗ്രാമദേവതയും ഒക്കെ നിങ്ങൾ ഉപാസിക്കുക. നിങ്ങൾക്ക് കുടുംബദേവതയും പരദേവതയും അറിയില്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഉപാസിക്കുക.